ഇത് നമ്മൾ SIR ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടേ നമ്മളെ നാട്ടിൽ വാളന്നൂർ മഹല്ല് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണിത്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ എന്ത് ചെയ്യാ വെച്ചാൽ ഓരോ മാലിന്യ കമ്മിറ്റിക്കാരും മുന്നിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, പലരും ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ നാട്ടിലും ഓരോ മാലിന്യ കമ്മിറ്റിയും നാട്ടിലെ മറ്റേ നമ്മളെ യുവജന ക്ലബ്ബുകളും യുവജന കൂട്ടായ്മയൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെ ഓരോ ഹെൽപ്പ് ഡെസ്ക് വെച്ചെടുത്തിട്ടേ ഇങ്ങനെ ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താൽ നമ്മളെ സാധാരണക്കാർക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും. എന്താ വെച്ചാൽ ഈ ഫോമിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ പലരും പല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ തെറ്റുകുറ്റങ്ങളോ പറ്റിയതും ഫോം മാറ്റി കിട്ടാത്ത പ്രയാസങ്ങളും അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും ഒന്നും നിസ്സാരവൽക്കരിക്കാതെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോരോ ക്യാമ്പുകളോ സംഘടിപ്പിക്കുകയാണെങ്കിൽ നാട്ടിലേതെങ്കിലും ഇങ്ങനെ ഓരോ ടീമുകളൊക്കെ അല്ലെ ഓരോ ക്ലബിന്റെ മാലിന്യത്തിന്റെ കീഴിലൊക്കെ ഈ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അവസരങ്ങൾ മുതലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് പോയിട്ട് അതിന്റെ വേണ്ട പരിപൂർണമായ രീതിയിൽ അത് പൂർത്തീകരിച്ച് കൊടുക്കാൻ നോക്കുക. അപ്പൊ ഇതൊന്നും നമ്മൾ എന്താണ് വെറും ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള കാര്യമെന്നൊക്കെ കരുതി ഇത് നിസ്സാരവൽക്കരിക്കാതെ എന്ത് ചെയ്യുക, ഇതിന്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലായിക്കൊണ്ടിട്ട് ഇങ്ങനെയുള്ള ഹെൽപ്പ് ഡെസ്കുകളിലൊക്കെ പോയിട്ട് അത് പരമാവധി കുറ്റമറ്റതാക്കിയിട്ട് തന്നെ അത് പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കഴിയാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിടത്തിലോ എന്താ വെച്ചാൽ നേരിട്ട് ഡൽഹി പോയിട്ടാണ് ഇതൊക്കെ ഇതിന്റെ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ തന്നെ കഴിയും. അപ്പോൾ അവിടെ നിന്നൊക്കെ റിജക്റ്റഡ് ആയിട്ട് വന്നിട്ട് പിന്നെ അത് തിരുത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ സാധാരണക്കാർ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും നമ്മളെ നാട്ടിലെ മാലിന്യ കമ്മിറ്റിക്കിന്റെ പ്രത്യേകം എന്താണ്, നമ്മളെ നാട്ടുകാരെ വാക്കുള്ള അഭിനന്ദനം അറിയിക്കാട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റു നാട്ടിലൊക്കെ ഏതെങ്കിലും ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാതൃകയാക്കിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ഡെസ്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ സാധാരണക്കാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇട്ട് കൊടുക്കുക. ഹെൽപ്പ് ഡെസ്ക് ഇട്ട സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, സാധാരണക്കാരൊക്കെ ഒന്ന് പോയിട്ട് ഹെൽപ്പ് ഡെസ്ക് പോയിട്ട് ആ ഫോം തന്നെ ഫില്ല് ചെയ്യുക. ഒരു ഇനീഷ്യലിൽ പോലും ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഫോം മടങ്ങി 2 ഫോമാണ് ഇതേ രൂപത്തിൽ 2 ഫോമാണ് കൊണ്ടുവരിക. അതിൽ ഒന്നാമത്തെ ഫോം നമ്മൾ പൂരിപ്പിച്ച് വീട്ടിൽ തെളിവായി സൂക്ഷിക്കണം. രണ്ടാമത്തെ ഫോം BLO കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് പൂരിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം. ഈ ഭാഗം എല്ലാവരും തീർച്ചയായും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. അതിൽ ജനനത്തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിന്റെ പേര്, വോട്ടറുടെ പിതാവിന്റെ പേര്, അതേപോലെ പിതാവിന്റെ എപ്പിക് നമ്പർ. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡിന്റെ ഈ ഭാഗത്ത് കാണുന്ന FQJ 31 രൂപത്തിലുള്ള നമ്പറാണ് FQJ നമ്പർ. അതേപോലെ മാതാവിന്റെ പേര്, മാതാവിന്റെ എപ്പിക് നമ്പർ. ഇനി പങ്കാളിയുടെ പേര്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരുടെ പേര്, അവരുടെ എപ്പിക് നമ്പർ. ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. അത് കഴിഞ്ഞ് അവസാന SIR വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അഥവാ 2002 വോട്ടർ പട്ടികയിൽ ഈ ആൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത്. അത് ആ വോട്ടറുടെ പേര്, ആ 2002 എന്താണോ എപ്പിക് നമ്പർ അത് ഈ ഭാഗത്ത് എഴുതാം. അതേപോലെ അതിലുള്ള ബന്ധുവിന്റെ പേര്, അത് ഉദാഹരണം 2002 വോട്ടർ പട്ടിക, ഇതിൽ ഒരു മുനീറ എന്നുള്ളൊരു പേര്, അതിന്റെ ബന്ധു അബ്ദുൽ ഹമീദ്, റിലേഷൻ ഫസ്റ്റ് ഈ കോളത്തിലുണ്ടാവും. അത് എന്താണ് റിലേഷൻ, എന്ന് എഴുതിയിട്ടുണ്ട്, പിതാവ്. ഈ രൂപത്തിൽ തന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ബന്ധുവിന്റെ പേര് അന്ന് ഏതാണോ അതേപോലെയുള്ള ബന്ധം, പിന്നെ ജില്ല, മലപ്പുറം ജില്ല, സംസ്ഥാനത്തിന്റെ പേരും എഴുതി. നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, അന്ന് ഏതാണോ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതാണ് എഴുതേണ്ടത്. അപ്പോൾ പെരിന്തൽമണ്ണ എന്നാണ് ഇവിടെ നമ്മുടെ 78ാം ബൂത്തിലുള്ളവർ എഴുതേണ്ടത്. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, അത് 2002 വോട്ടർ പട്ടിക നോക്കി ഈ ഭാഗം പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ നമ്പർ AC കോഡ് 42. അതേപോലെ അതിന്റെ പാർട്ട് കോഡ് 78. അത് പല ഭാഗങ്ങളും പലതായിരിക്കും. ഈ ഭാഗ നമ്പർ എന്നാണ് പാർട്ട് കോഡ്. ഇവിടെ 78. പിന്നെ ക്രമ നമ്പർ, ഈ ഭാഗത്തുള്ള സീരിയൽ നമ്പർ, ആ കക്ഷി ഏത് ഭാഗത്താണോ ആ സീരിയൽ നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതേപോലെ മൂന്നാമത്തെ കോളം 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ ഈ ഭാഗത്തും ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗത്തുമാണ്. അതിൽ ആരാണോ ഈ വോട്ടറുടെ
2002 ഉൾപ്പെട്ടിട്ടുള്ളത്. അച്ഛനാണോ അമ്മയാണോ അവരുടെ പേര് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ പേരാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതേപോലെ അവരുടെ എപ്പിക് നമ്പറാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. ആ കോളത്തിൽ അവരുടെ ബന്ധുവിൻ്റെ പേരും അവരുടെ ബന്ധുവുമാണ് ഇതിൽ എഴുതേണ്ടത്. അതേപോലെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. 2002 ആ കക്ഷി ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അതിൻ്റെ പേരും അതേപോലെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറും അതാണ് എഴുതേണ്ടത്. അതിന് ശേഷം BLO ഇവിടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇവിടെയുമാണ് ഒപ്പിടേണ്ടത്. അത് ഒരു കക്ഷിയിൽ തന്നെ എല്ലാവരുടെയും ഒപ്പും ഇടാവുന്നതാണ്.